ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഡീസലാണ് വണ്ടി 2007 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റെഗുലർ സർവീസുള്ള വണ്ടി തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന വണ്ടി തന്നെയാണ്. ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ട് വണ്ടി എടുത്തിട്ട് വന്നതാണ്. കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നില്ല. നമ്മൾ ഗിയർ ഇട്ടിട്ട് കാലെടുത്താലും വണ്ടി ഒട്ടും തന്നെ മൂവ് ആവുന്നില്ല. ഒരു കറകറ സൗണ്ടും മൂവ് ആവാത്തൊരു സിറ്റുവേഷനാണ് ഇതിനകത്ത് വരുന്നത്. അത് രണ്ട് കാരണം കൊണ്ടാണ് വരുന്നത്. ഒന്ന്, ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ വരും. അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് ഏതെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം കംപ്ലയിൻറ്റ് വരും. ഇപ്പം നമുക്ക് സൗണ്ട് പുറത്തുനിന്ന് റൈറ്റ് സൈഡിൽ മാത്രമാണ് കിട്ടുന്നത്, അല്ലാതെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് വന്നിട്ട് റൈറ്റ് സൈഡിൽ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഡ്രൈവ് ഷാഫ്റ്റ് റൈറ്റ് സൈഡിൽ നിന്നാണ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വീലിലേക്കും കറക്റ്റ് ടോർക്ക് എഞ്ചിൻ ടൈറ്റായി മാത്രമേ വണ്ടി നീങ്ങുള്ളൂ. അല്ലാതെ ഒരു വീല് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും വീഴില്ല. നമ്മൾ ഈ കുഴിയിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചളിക്കുഴിയിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും നീങ്ങില്ല. എന്ന് വെച്ചാൽ ആ വീല് മാത്രം സ്ലിപ്പായിക്കൊണ്ടിരിക്കും. ഒരു വീല് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വീലിലേക്ക് ഡ്രൈവ് പോവില്ല. ഈ വീലിൽ മാത്രം ഇതായിരിക്കും. ഏതാണോ ലൂസായി നിൽക്കുന്ന ആ വീലിലേക്കായിരിക്കും ഡ്രൈവ് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കേരള ആ ഒരു സിറ്റുവേഷനാണ്. ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ടീത്ത് അങ്ങനെയുള്ള പൊട്ട് പിടിക്കുക എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചാൽ ആ സൈഡിലേക്കുള്ള റൈറ്റ് സൈഡിലേക്ക് വീലിൽ യാതൊരുവിധ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഡ്രൈവ് നമുക്ക് റൈറ്റ് സൈഡ് വീലിലേക്ക് പോവുള്ളൂ. ഇതിവിടെ സ്റ്റില്ലായി നിൽക്കും, അത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. കംപ്ലയിൻറ്റ് ഡ്രൈവ് ഷാഫ്റ്റ് റൈറ്റ് സൈഡിലെ ഡ്രൈവ് ഷാഫ്റ്റും ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ഏതൊരു ബെയറിങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റുന്ന ആ ഒരു നീഡിൽ ടൈപ്പ് വരുന്നത് എന്തോ ഒരു കംപ്ലയിൻറ്റ് ഫോൾട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അഴിക്കുന്നുണ്ട്, അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് കംപ്ലയിൻറ്റും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് മതി. സെൻറ്റർ ബെയറിങ്ങിൻ്റെ അവിടെയാണ് ഷാഫ്റ്റ്. ഓഫ് ചെയ്തോ? ഈ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് വരുന്നുണ്ട്, അതിലൊരു ബെയറിംഗ് വരുന്നുണ്ട്. ആ ബെയറിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഈ സ്ലിപ്പിംഗ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ഷാഫ്റ്റ് അതിലൊരു ആ ഇൻ്റർമീഡിയറ്റിൽ കയറി നിൽക്കും. ആ ഭാഗത്ത് ടീത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് അഴിച്ച് നോക്കിയാലേ കറക്റ്റ് അറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഡ്രൈവ് ഷാഫ്റ്റ് ഇൻ്റർമീഡിയറ്റും സെറ്റോട് കൂടി അഴിച്ചെടുക്കാം. ചിലപ്പോൾ മേ ബി ഇൻ്റർമീഡിയറ്റിൻ്റെ ടീത്തും പോയിട്ടുണ്ടാകും, ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ടീത്തും പോയിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫുൾ സെറ്റ് തന്നെ ലെഫ്റ്റ് സൈഡുള്ള ഫുൾ സെറ്റ് ഡ്രൈവ് ഷാഫ്റ്റ് നമുക്ക് മാറ്റേണ്ടി വരും. എന്തായാലും അഴിച്ച് നോക്കിയിട്ട് ഏതാ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഴിച്ച് നമ്മൾ ഡ്രൈവ് ഷാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ടീത്ത്, ഉള്ളിൽ വരുന്ന ടീത്താണ് കംപ്ലയിൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് തിരിക്കുമ്പോൾ തന്നെ കിറുക്കുന്ന ഒരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ടീത്തും, ഒരു ടീത്ത് ഡാമേജ് ഉണ്ടെങ്കിലും മറ്റേ ടീത്ത് എന്തായാലും പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ രണ്ടും കൂടി സെറ്റോട് കൂടി തന്നെ നമുക്ക് മാറ്റാം. അതിപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് സാധനം. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഒറിജിനൽ തന്നെ എടുത്തിട്ടുണ്ട്. ഡ്രൈവ് ഷാഫ്റ്റ് പിന്നെ നോർമൽ ഡ്രൈവ് ഷാഫ്റ്റ് എടുത്തിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് വന്നിട്ട് 2,505 രൂപ വരുന്നുണ്ട്. ഒറിജിനൽ തന്നെ എടുത്തിരിക്കുന്നത്. ഡ്രൈവ് ഷാഫ്റ്റ് നോർമൽ ഡ്രൈവ് ഷാഫ്റ്റ് എടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ വരുമ്പോൾ 5,800 രൂപയോളം ചാർജ് വരുന്നുണ്ട് ഒറിജിനൽ ഡ്രൈവ് ഷാഫ്റ്റിന്. അപ്പോൾ നോർമൽ സാധാ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറ്റാം. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് അതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റും ഇൻ്റർമീഡിയറ്റും മാറ്റുകയാണ് ചെയ്തത്. വഴിയിൽ നിന്ന് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വണ്ടി ഒട്ടും തന്നെ മൂവ് ആവില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും മൂവ് ആകാതെ തന്നെ കറകറാന്നുള്ളൊരു സൗണ്ട് വന്നിട്ട് നിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ പിന്നെ വണ്ടി ടോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഇൻ്റർമീഡിയറ്റ് നമ്മൾ പിടിപ്പിക്കുന്ന ആ ഭാഗത്തിലെ ടീത്ത് കംപ്ലീറ്റ് ആയിട്ടും പോയിട്ട് അവിടെ സ്ലിപ്പായിക്കൊണ്ടിരിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. അത് കൂടുതലായിട്ടും വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഡനായിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഗിയറൊക്കെ എടുക്കുമ്പോൾ ഒരു ടീത്ത് ചിലപ്പോൾ ചാടും. ഒരു ടീത്ത് ചാടിക്കഴിഞ്ഞ് പിന്നെ അങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. പിന്നെ ആ തുരുമ്പ് കാര്യങ്ങളും കാലപ്പഴക്കം കൊണ്ടും അങ്ങനെ സംഭവിക്കുക. പക്ഷേ 100-ൽ 90% ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കുറവാണ്. ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വരാം. ഡ്രൈവ് ഷാഫ്റ്റ് വീൽ സൈഡ് പൊട്ടിയിട്ട് നമുക്കിങ്ങനെ കടകടാ സൗണ്ട് വന്ന് അത് വെച്ചിട്ട് കൂടുതൽ ഓടിയിട്ട് അത് പൊട്ടിപ്പോകുന്ന സാഹചര്യം, അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടാറ്. അതുപോലെ ഗിയർ ബോക്സിൻ്റെ സൈഡ് വരുന്ന ആ 3 ബെയറിംഗ് ഉണ്ട്, ആ ബെയറിംഗ് പൊട്ടിപ്പോവുകയല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ സ്ലിപ്പാവുക, അങ്ങനെയുള്ള കംപ്ലയിൻ്റൊക്കെയാണ് നമുക്ക് ഈ ഡ്രൈവ് ഷാഫ്റ്റും വീലുമായിട്ടുള്ള ബന്ധപ്പെട്ട കൂടുതൽ കംപ്ലയിൻറ്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റിൻ്റെ അവിടെ കംപ്ലയിൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാൻസ് കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-3 ടൈപ്പ് വരുന്നുണ്ട് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ്. അതിലേതെങ്കിലും മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഓവൽ കറക്റ്റ് ടീത്ത് ടൈറ്റിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പ്രശ്നം വരാനും സാധ്യത ഉണ്ട്. പക്ഷേങ്കിൽ ഇത് 2007 മോഡലാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടൊക്കെ വന്നതാവാം, ബൈ ചാൻസ് അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ് തോന്നുന്നത്.
അല്ലാതെ കസ്റ്റമറിന് നീറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, വേറെ എന്താ പറയുക റഫായിട്ട് ഓടിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഇൻ്റർമീഡിയറ്റിന് ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇൻ്റർമീഡിയറ്റ് നമ്മൾ OE തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈവ് ഷാഫ്റ്റ് നോർമൽ ഡ്രൈവ് ഷാഫ്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. OE വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ പൂർണ്ണമായിട്ടും സോൾവ് ആയിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് മാറ്റുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഓടിച്ച് നോക്കുക, റഫ് റോട്ടിൽ ഓടിച്ചിട്ട് എന്തൊക്കെ ലോവർ ആം മറ്റേ എന്താ പറയുക സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻ്റ് എൻഡുകൾ കംപ്ലീറ്റും അഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക സൗണ്ടുകൾ വരാൻ ചാൻസ് കൂടുതലാണ് അഴിച്ച് സെറ്റ് ചെയ്യുമ്പോൾ, തട്ട് പിടിക്കുക ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഭാഗം ഒന്ന് റഫ് റോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പക്കയായിട്ടൊന്ന് ഓടിച്ചു. ഇപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയാൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല, പക്കയാണ്. അത് ചെയ്ത ഭാഗം പക്ക ക്ലിയറുമാണ്. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ ഓടിക്കുമ്പോൾ സൗണ്ടോ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ കാര്യമായിരിക്കും. അതുപോലെ ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ടിട്ട് സഡൻലി ഇങ്ങനെ പട്ടാന്ന് പറഞ്ഞ് എടുക്കാതിരിക്കുക. പിന്നെ അതുപോലെ നമ്മൾ സ്കിഡ് ചെയ്യും, നമ്മൾ ഫുള്ളായി തിരിപ്പിച്ചിട്ട് വണ്ടി ഇങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഈ ഡ്രൈവ് ഷാഫ്റ്റിന് ലോഡ് വന്നിട്ട് ഈ വക കംപ്ലയിൻറ്റുകൾ വരുന്നത്. നോർമലി ഇങ്ങനെ ഓടിക്കുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.